എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബനു ഇസ്രയേലിൽപ്പെട്ട ഒരാള് 1000 രൂപ കടം വാങ്ങി. ചോദിച്ചു, ആരാ ചങ്ങാതി ജാമ്യം നിൽക്കണേ? ആരാ സാക്ഷി വേണമല്ലോ, നിനക്ക് 1000 രൂപ. അപ്പൊ പറഞ്ഞു, അല്ലാഹ് ഉണ്ട്, കഫാ ബില്ലാഹി ഷഹീദ, എന്റെ റബ്ബുണ്ട് സാക്ഷി. ജാമ്യോ? അതോ അല്ലാഹ് തന്നെ ഉണ്ട്. ഇന്ന ദിവസം ഈ കപ്പല് തിരിച്ചു മടങ്ങി വരുന്ന ദിവസം ഞാൻ നിനക്ക് തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 1000 ദിർഹം വാങ്ങിച്ച ചങ്ങാതി പോയി. ദിവസങ്ങൾ കഴിഞ്ഞു. യാത്ര തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി വന്ന് കപ്പൽ ആ മനുഷ്യന് കിട്ടിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത സങ്കടമായി. പടച്ചവനെ, പൈസ ഉണ്ട്, പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. അല്ലാഹ് എന്താ ചെയ്യാ? ഒരു തടിക്കഷ്ണം എടുത്തിട്ട് ആ തടിക്കകത്തൊരു ദ്വാരമുണ്ടാക്കിയിട്ട് 1000 ദിർഹം അതിനകത്ത് സൂക്ഷിച്ചു. ഒരു എഴുത്തും എഴുതി വെച്ചു. ഭദ്രമായ രീതിയിൽ ആ തടിക്കുള്ളിൽ നിറച്ചു വെച്ചിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തു. പടച്ചവനെ, എന്നെയും കാത്ത മനുഷ്യന് കടലോരത്തുണ്ടാകും, അദ്ദേഹത്തിന്റെ കയ്യിൽ നീ എത്തിക്കണം പടച്ചവനെ. അത് എത്തിയിടും. ഇത് പറയുമ്പോ നമ്മളിൽ പലർക്കും വിശ്വാസമില്ല. എന്നാൽ നിങ്ങൾ ഇന്ന് പത്രമാധ്യമങ്ങൾ എടുത്തു നോക്ക്. ഈ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി കുപ്പിക്കകത്ത് നിറച്ചിട്ട് കടലിൽ ഇടുന്നില്ലേ തവക്കൽതു അലല്ലാഹ്? എത്തുന്ന വാർത്തകളും വീഡിയോകളും നമ്മൾ കാണുന്നവരല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അവരെ കുറിച്ച് ഓർക്കണമടോ. ആ ഫലസ്തീനിലെ ജനതകൾ അവരുടെ വീടുകൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കുടിക്കാനുള്ള വെള്ളിയാഴ്ച ജുമാ പ്രസംഗത്തിൽ പ്രസംഗിക്കുന്ന ഇമാമ് പറയുകയാണ്, വിശപ്പ് കാരണം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, നിങ്ങൾക്കത് കേൾക്കാൻ നമുക്ക് നമസ്കരിക്കാമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ആവശ്യത്തിന് തരുന്നുണ്ട്, തിന്നാനും കുടിക്കാനും. നമുക്കതൊന്നും തിരിയണില്ല. പട്ടിണി കിടക്കാന്ന് വെച്ചാൽ ജീവിതത്തിൽ പട്ടിണി എന്താന്ന് പോലും നമുക്കറിയില്ല. പണ്ടൊക്കെ എല്ലാവരും പട്ടിണി കിടന്ന കഥയൊക്കെ പറയും. പക്ഷെ സത്യത്തിൽ പട്ടിണി എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നല്ലതുപോലെ പട്ടിണി കിടന്നിട്ടില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പട്ടിണി കിടന്നിട്ടുണ്ടോ? ഉസ്താദെ, ഞാൻ കിടന്നിട്ടുണ്ടെന്ന് പറയും നമ്മൾ. സത്യത്തിൽ പട്ടിണി എന്താണെന്നറിയോ? ഇത് യഥാർത്ഥത്തിൽ പട്ടിണി എന്താ നമുക്കറിയില്ല. പട്ടിണി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ച് കഴിച്ച ആരെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഷേബു അബീ താലിബിന്റെ മലഞ്ചെരുവിൽ 3 വർഷം കഴിക്കാൻ ഭക്ഷണമില്ലാതെ വൃക്ഷത്തിന്റെ ഇല പറിച്ചു കഴിച്ചു എന്നാണ്.